ഹേയ്, നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു റെസിപ്പി ട്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് മെയിനായിട്ട് വേണ്ടത് ചിക്കനും ഷെൽ പാസ്തയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷെൽ പാസ്ത. അപ്പോൾ ഇതിന് ഫസ്റ്റായിട്ട് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് സോൾട്ടും ഓയിലും ആഡ് ചെയ്ത് അതൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ പാസ്ത ആഡ് ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോസ് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. അതൊന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ അതൊരു ബ്ലെൻഡറിൽ ആഡ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. പാസ്ത കുക്കായി വന്നാൽ അതൊന്ന് ഡ്രൈൻ ചെയ്തിട്ട് അതിന് മുകളിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ പാസ്തൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഫില്ലിങ്, ക്രീം ചീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫില്ലിങ് പ്രിപ്പയർ ചെയ്തെടുക്കുക കേട്ടോ. അതിനായിട്ട് ഒരു എഗ്ഗും ക്രീം ചീസും പിന്നെ ഞാനിവിടെ കൊറിയാണ്ടർ ലീവ്സും ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഫ്ലേവറിനനുസരിച്ചിട്ട് അത് ചേഞ്ച് ചെയ്യാം കേട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള സോസാണ് കേട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതിന് കുറച്ച് ബട്ടറും ഓയിലും മിക്സ് ചെയ്ത് അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ഗാർലിക്കും ഓനിയൻസും ആഡ് ചെയ്ത് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചിക്കന് നല്ല കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ചിക്കൻ ഒന്ന് കുക്കായി വന്നാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാല പൗഡേഴ്സും അതേപോലെ തന്നെ ടൊമാറ്റോ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചതും ആഡ് ചെയ്ത് കുറച്ച് ഫ്രഷ് ക്രീമും ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ സോസും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്തയും സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒരു 50 മിനിറ്റ്സ് നമ്മളിതൊന്ന് ഓവനിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഫസ്റ്റായിട്ട് തന്നെ ഒരു ലെയർ നമ്മൾ സോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്രീം ചീസിൻ്റെ ആ മിക്സ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുക. നമ്മൾ പാസ്തൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി സൈസ് ഉള്ളതാണ് ശരിക്കും എടുക്കേണ്ടത്. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് അതൊന്ന് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഫസ്റ്റിലെ ലെയറിൽ മാത്രമേ ഫില്ലിങ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിലും ചെയ്ത് വളരെ ചെറുതായതുകൊണ്ടാണ് എല്ലാത്തിലും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അത് ലെയർ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസും ആഡ് ചെയ്തിട്ട് ഒരു 50 മിനിറ്റ്സ് 190 ഡിഗ്രിയിൽ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അത് നമ്മൾ അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ കുക്കിംഗ് റെസിപ്പി വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.